ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ മുട്ട ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഒരു 4 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ കോയമ്പത്തൂരൊക്കെ മഴയാണ്. അപ്പോൾ ഇപ്പം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്കുണ്ടാക്കാം. അങ്ങനെ ഇവിടെ ഞാൻ മുട്ട പുഴുങ്ങിയത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വേണം നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കാൻ. ഒത്തിരി വെള്ളം പോലാകാൻ പാടില്ല. നമ്മൾ ബാറ്റർ കലക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം ഇത് നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യാൻ. അങ്ങനെ മിക്സ് ചെയ്യുന്നോടനെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മുടെ ബോണ്ട ബജിയൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതേ മെത്തേഡ് തന്നെ മുളക് ബജി ഉണ്ടാക്കാനും വാഴയ്ക്ക ബജി ഉണ്ടാക്കാനും ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ബജി ഉണ്ടാക്കാൻ ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ തിക്നെസ് മതിയേ. ഒരു 10 മിനിറ്റ്സ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം നമുക്ക്. നമ്മുടെ മുട്ടയെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാം. ഈ മുട്ട നമ്മൾ ഇങ്ങനെ മാവിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് മുക്കി വെച്ച് അങ്ങനെ നമ്മുടെ ചൂടെണ്ണയ്ക്കകത്തോട്ട് ഞാൻ മുട്ട അങ്ങോട്ട് ഇട്ടേ. ഞാൻ ഈ ബാറ്ററിനകത്ത് ഒരു പിഞ്ച് കായപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട ബജിയും ഉള്ളി ബജിയും ടീയും റെഡി ആയിട്ടുണ്ട്. വരൂ എല്ലാവരും. നമ്മുടെ മുട്ട ബജി, ഇത് വന്ന് നമ്മുടെ ഉള്ളി ബജി. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, നമുക്കും ഇഷ്ടപ്പെടും. മഴക്കാലത്തൊക്കെ ഇതുപോലെ ഒന്ന് കഴിക്കാനൊക്കെ നല്ലതല്ലേ? ചായയുടെ കൂടെ അടിപൊളിയാണ്. റെഡി. Thanks for watching my video. Please like, share and subscribe my channel. Thank you.